നമസ്കാരം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അത്ഭുതലീലകളും മഹിമകളും നിറഞ്ഞ നാരായണീയത്തിന്റെ ഭക്തിസാന്ദ്രമായ ലോകത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഭക്തിയുടെയും ശരണാഗതിയുടെയും ഏറ്റവും മനോഹരമായ ഒരു കഥയാണ്. അതെ, ഗജേന്ദ്രമോക്ഷം. ഈ കാണുന്ന അതിമനോഹരമായ ത്രികൂടപർവ്വതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ദിവ്യമായ കഥ നടക്കുന്നത്. അപ്പോൾ അത്യന്തം ആവേശകരമായ ഈ ആത്മീയയാത്ര നമുക്ക് തുടങ്ങിയാലോ? സനാതനധർമ്മത്തിന്റെ ആത്മീയ അറിവുകളുടെയും ജ്ഞാനത്തിന്റെയും ഡിജിറ്റൽ ശേഖരമായ ഗ്യാൻകോഷ് ബഹുഭാഷിയിലേക്ക് സ്വാഗതം. നാരായണീയത്തെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരയുടെ തുടർച്ചയായി 25ാം ദശകത്തിലെ ദിവ്യ സന്ദേശമാണ് നാം ഇന്ന് അനാവരണം ചെയ്യുന്നത്. എന്നാൽ മൂലഗ്രന്ഥപ്രകാരം ഗജേന്ദ്രമോക്ഷത്തിന്റെ പ്രധാന ശ്ലോകങ്ങൾ ആരംഭിക്കുന്നത് ദശകം 26ലാണ്. അതുകൊണ്ട് നമ്മളിന്ന് പഠിക്കാൻ തുടങ്ങുന്നത് ദശകം 26ലെ ശ്ലോകങ്ങളിലൂടെയാണ് കേട്ടോ. നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ദശകം 26 ശ്ലോകം 1 നമുക്ക് ഭക്തിപൂർവം ചൊല്ലാം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ സ്ത്വദ്ഭക്താത്മാ ചന്ദനാന്ത്രോ കദാചിത് ത്വത്സേവായാം മഗ്നധീരാലു ലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം 1. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര ഗാഢമായ ധ്യാനത്തിലാണ് ആ രാജാവിരിക്കുന്നതല്ലേ. പാണ്ഡ്യദേശത്തെ മഹാരാജാവായ ഇന്ദ്രദ്യുമ്നായിരുന്നു അദ്ദേഹം. വലിയൊരു ഈശ്വരഭക്തൻ. ഒരിക്കൽ മലയപർവ്വതത്തിൽ അദ്ദേഹം ഭഗവദ്ധ്യാനത്തിൽ പൂർണ്ണമായും ലയിച്ചിരിക്കുകയായിരുന്നു. ചുറ്റും എന്തു നടക്കുന്നുവെന്ന് പോലും അദ്ദേഹം അറിയുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് സാക്ഷാൽ അഗസ്ത്യ മഹർഷി കടന്നുവരുന്നത്. ആതിഥ്യമര്യാദകൾ പ്രതീക്ഷിച്ചു വന്ന ആ വലിയ മുനിയെ ഈ ഭക്തിലഹരിയിൽ രാജാവ് തീരെ ശ്രദ്ധിച്ചില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാനിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അങ്ങേയറ്റത്തെ ഏകാഗ്രതയാണ്. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ദശകം 26 ശ്ലോകം 2 നോക്കാം. കുംഭോദ്ഭൂതി സംവൃതക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി ശപ്ത്വാധീനം പ്രത്യഗാത് സോബിലേഭേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മിതിവ്യക്തിധന്യം 2. സ്വാഭാവികമായും തന്നെ അപമാനിച്ചതായി കരുതി അഗസ്ത്യമുനിക്ക് കടുത്ത കോപമുണ്ടായി. അഹങ്കാരിയായ നീ ഒരു ആനയായി ജനിക്കട്ടെ എന്ന് അദ്ദേഹം രാജാവിനെ ശപിച്ചു. പക്ഷേ ഇവിടെയാണ് കഥയിലെ ഏറ്റവും രസകരമായ കാര്യം. ശാപം കിട്ടി വലിയൊരു ഗജരാജാവായി മാറിയെങ്കിലും ഭഗവാന്റെ അപാരമായ അനുഗ്രഹം കാരണം അദ്ദേഹത്തിന് പൂർവ്വജന്മത്തിലെ ഭഗവത് സ്മരണ അതുപോലെ തന്നെയുണ്ടായിരുന്നു. ഇതിൽ നിന്നെന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ശരീരം മാറിയാലും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മാറിയാലും ഒരു യഥാർത്ഥ ഭക്തന്റെ ഉള്ളിലെ ഈശ്വരചിന്ത ഒരിക്കലും നശിച്ചുപോകില്ല എന്ന്. ഇത് വളരെ മനോഹരമായി നമുക്ക് കാണിച്ചു തരുന്നു. ശരി, ഗജരാജാവായി മാറിയ അദ്ദേഹത്തിന്റെ ജീവിതം പിന്നെ എങ്ങനെയായിരുന്നു? ദശകം 26 ശ്ലോകം 3 ശ്രദ്ധിക്കൂ. ദുക്താംബോധേർ മധ്യഭാജീ ത്രികൂടേ ക്രീഡഞ്ചൈലേ യൂഥബോയം വശാഭിഃ സർവാഞ്ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്രന്നോത്കർഷലാഭഃ 3. പാലാഴിയുടെ നടുവിലുള്ള ആ വലിയ ത്രികൂടപർവ്വതം, അവിടെയാണ് നമ്മുടെ ഗജരാജാവ് പിന്നീട് ജീവിച്ചത്. സ്വന്തം കൂട്ടത്തോടൊപ്പം അത്യധികം ശക്തിയോടെ കാട്ടിലെ മറ്റെല്ലാ മൃഗങ്ങളെയും തോൽപ്പിച്ച് അദ്ദേഹം അവിടെ വിലസി നടന്നു. ഇവിടെ നാരായണ ഭട്ടതിരി വളരെ വലിയൊരു തത്വം പറയുന്നുണ്ട്. ഭഗവാന്റെ ഭക്തന്മാർക്ക് അവർ ഏത് രൂപത്തിൽ ജനിച്ചാലും എവിടെ ജീവിച്ചാലും അവിടെയെല്ലാം അവർക്ക് ഉത്കർഷം അഥവാ വലിയൊരു ശ്രേഷ്ഠത ലഭിക്കും. കണ്ടോ, ഈശ്വരഭക്തി ഒരിക്കലും നമ്മുടെ താഴോട്ട് കൊണ്ടുപോയില്ല, മറിച്ച് എപ്പോഴും ഔന്നത്യത്തിലേക്ക് മാത്രമേ എത്തിക്കൂ എന്നതുറപ്പാണ്. ഇനി നമുക്ക് ദശകം 26 ശ്ലോകം 4 കടക്കാം. സ്വേനസ്ഥേംന ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാന പ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ ഘർമ്മദാന്ത സരസ്യാം യൂഥൈസ്സാർദ്ധം ത്വത്പ്രണോന്നോഭിരേമേ 4. തന്റെ അപാരമായ ശക്തി കൊണ്ടും ആ ദിവ്യപർവ്വതത്തിന്റെ പ്രത്യേകത കൊണ്ടും ഗജരാജാവിന് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം നല്ല കഠിനമായ ചൂട് കാരണം ആശ്വാസം തേടി അവൻ തന്റെ കൂട്ടത്തോടൊപ്പം ഒരു തടാകത്തിലേക്ക് പോയി. വാസ്തവത്തിൽ ചുമ്മാതൊരു തടാകത്തിലേക്ക് പോയതല്ല കേട്ടോ, ഭഗവാന്റെ അദൃശ്യമായ പ്രേരണ കൊണ്ടാണ് അവൻ ആ തടാകത്തിലേക്ക് ഇറങ്ങിയത് എന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. ആ തണുത്ത വെള്ളത്തിൽ വലിയൊരു വിപത്ത് അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഈ സംഭവവികാസങ്ങൾ എങ്ങനെയാണ് ഒന്നോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നോക്കൂ. ഇനി കഥയിലെ വലിയൊരു വഴിതിരിവാണ്. ദശകം 26 ശ്ലോകം 5 ശ്രദ്ധിക്കാം. ഹൂഹുസ്താവദ്ദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാന ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്തിയർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാന 5. ഇതാണ് കഥയിലെ ഏറ്റവും നിർണായകമായ നിമിഷം. ആ തടാകത്തിൽ ദേവല മഹർഷിയുടെ ശാപം കിട്ടി മുതലയായി മാറിയ ഹൂഹു എന്നു പേരുള്ളൊരു ഗന്ധർവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ആ മുതല് ഗജരാജാവിന്റെ കാലിൽ കടിച്ചുപിടിച്ചു. ഭയാനകമായൊരാക്രമണം. എന്നാൽ ഈ സംഭവത്തിലൂടെ നാരായണീയം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നറിയാമോ?
ചില സമയങ്ങളിൽ ഭഗവാൻ തന്റെ ഭക്തർക്ക് കഷ്ടപ്പാടുകൾ നൽകുന്നത് അവരുടെ അന്തിമമായ മോക്ഷത്തിനും നല്ലതിനും വേണ്ടിയാണ്. ആ കഠിനമായ വേദനയിലൂടെയാണ് ഗജേന്ദ്രൻ തന്റെ അഹങ്കാരമെല്ലാം വെടിഞ്ഞ് പൂർണ്ണമായും ഭഗവാനിലേക്ക് തിരിയുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ പലപ്പോഴും ഈശ്വരിലേക്കുള്ള വാതിലുകളാണ് തുറക്കുന്നത് എന്നിത് ഓർമ്മിപ്പിക്കുന്നു. കണ്ടതിന് നന്ദി. ഗ്യാൻകോഷ് ഒരു ബഹുഭാഷാ ചാനലാണ്. അവിടെ ഞങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി, തമിഴ്, ഗുജറാത്തി, മലയാളം, ബംഗാളി എന്നീ ഭാഷകളിൽ ആത്മീയ അറിവുകൾ പങ്കിടുന്നു. കൂടുതൽ പ്രധാന ഭാഷകൾ ഉടൻ വരുന്നു. സനാതനധർമ്മത്തിന്റെ കാലാതീതമായ നിധികൾ ലളിതവും വ്യക്തവും അർത്ഥവത്തുമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ചാനലിൽ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, മഹാഭാരതം, ലളിതാ സഹസ്രനാമം, ദൈവത്തിൻ കുരൽ, സൗന്ദര്യലഹരി, മഹാരാഷ്ട്രയിലെ വിശുദ്ധർ, ബംഗാളിലെ വിശുദ്ധർ, കൂടാതെ ആദിശങ്കരാചാര്യരുടെ ദിവ്യ അവതാരകഥ എന്നിവയെക്കുറിച്ചുള്ള പ്രതിദിന വീഡിയോകൾ നിങ്ങൾക്ക് കണ്ടെത്താം. ഇതെല്ലാം ഒന്നിലധികം ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഉള്ളടക്കം നിങ്ങൾക്ക് മൂല്യമുള്ളതായി തോന്നുകയാണെങ്കിൽ ദയവായി ഗ്യാൻകോഷ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനാൽ ഞങ്ങളുടെ ദൈനംദിന വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ ദിവ്യജ്ഞാനം നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സമൂഹവുമായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രചരിപ്പിക്കാനും മറക്കരുത്. സനാതനധർമ്മത്തിന്റെ പ്രകാശം നമുക്ക് ഒരുമിച്ച് ശോഭയോടെ നിലനിർത്താം.